എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവളുമാര് പോയില്ലേ? ഹലോ, എന്തായി? എന്താ തൃപ്തിയായല്ലോ? അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങളടുത്ത് ചാടിക്കേറി കഥ പറയാൻ ഞാൻ പറഞ്ഞു. ആഹാ, പിന്നെ ഗഡ്സോണ്ടെന്നൊക്കെ ചോദിച്ചാൽ ആരായാലും കേറി പറയില്ലേ? ആ അതെ, നിങ്ങൾ അവിടെ അങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തോണ്ടാണല്ലോ ഞങ്ങൾ ആവേശത്തിക്കറി അങ്ങ് പറഞ്ഞു പോയത്. നിങ്ങളുടെ തെറ്റ് തന്നെയാ. അല്ല, അത് ഞാൻ എന്നാലും ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് കളിക്കണ്ടായിരുന്നു പെങ്ങളെ. ഹലോ, ഇതാരടാ? ഇതവരല്ലേ? നിന്നെ ഞാൻ എവിടെയോ അല്ല, ഒന്ന് ഓർത്ത് നോക്ക്, ഓർമ്മ കാണും. നീ ഇപ്പൊ ഇതിനിടെ എവിടെ നിന്ന് കിട്ടിയെടുത്തടാ? ആ പെങ്കൊച്ച് എന്റെ കാമുകിയ. എവിടാ? അതെ, നീ എന്തിനാടാ ഓരോ കാലത്തും ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചിടിച്ച് കയറ്റുന്നേ? എന്തു പറ്റിയപ്പോ? ആ, ഇത്ര ഉള്ള നിങ്ങൾക്ക് എത്ര കാമുകി വരെ വേണം? ഞാൻ സെറ്റാക്കി തരില്ലേ മച്ചൻ വരെ. ഒന്ന് പോയാ വേറെ ഒന്ന്. ഒരു പുല്ലും വേണ്ട. ഇനി നീ പെണ്ണെന്ന് പറഞ്ഞ് നമ്മളെ മുന്നിൽ കണ്ട. അതെ, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ പെണ്ണുമില്ല പ്രേമവും ഇല്ല. ഇത് സത്യം, സത്യം, സത്യം. പ്രഭു, കാമദേവാ. അതെ, ഭൂമിയിൽ 3 പേര് ഇനി പ്രേമിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുന്നു. ഇതേതാ പുതിയ അവതാരങ്ങള്? അല്ല, ഇവന്മാർക്ക് ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? ആ, 2 പ്രേമം ചീറ്റിപ്പോയതിന്റെ വിഷമത്തിലായിരിക്കും. എന്റെ പൊന്നടാവേ, ഒന്നാമത് ഞാൻ ഇവിടെ പണിയെടുക്കുന്നില്ല, കള്ളത്തിട്ട് തിന്നുവാന്നാ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഇവരെ ഒറ്റക്കാലിൽ നിന്ന് ഇങ്ങനെ ശബ്ദം ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പാർട്ണർ വീണ്ടും കൂത്തനെ താഴോട്ട് പോകൂലേ? അവന്മാര് പ്രേമിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പിണങ്ങി പോയവരെ തിരിച്ചെടുത്താലോ? അത് ശരിയാവില്ല. വേണ്ടേ? അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ഒരു കാര്യം ചെയ്യാം, ഇവന്മാര് പ്രേമിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിൽക്കും. ഇവന്മാരുടെ മുമ്പിലേക്ക് 3 പെമ്പിളേരങ്ങ് പറഞ്ഞു, ഇവളുമാരെ അവന്മാരെ അടിച്ചൊതുക്കി നമ്മുടെ കൈ കൊണ്ടുപോയിട്ട്. ഒരു ബുദ്ധിമാൻ. എക്സ്ക്യൂസ് മീ. നീതാരാ? പ്ലീസ് ഒന്ന് സഹായിക്കൂ. ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നില്ല. അവരവിടെ തന്നെ നിൽക്കുക. ഞങ്ങൾ ഒന്ന് വരുമോ? പ്ലീസ് പോകണമെന്ന് പറഞ്ഞു നോക്കി, പക്ഷെ മാറുന്നില്ല. ഒന്ന് സഹായിക്കൂ പ്ലീസ്. അതെ, അത് കുഴപ്പമില്ല, നിങ്ങൾ ചോദിച്ചാൽ മതി. അല്ല, നിങ്ങൾക്കൊന്ന് വരാൻ. അത് കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചു പോകും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്കൊന്ന് വന്നൂടെ? നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും. അതാ. പോയിക്കോ, റിക്വസ്റ്റ് ചെയ്ത് നോക്കൂ. വാ.
ചേട്ടാ വണ്ടി എടുക്കണം. ഞങ്ങൾക്ക് പോണം. പ്ലീസ് അല്ല അത് ഒത്തിരി വൈകി. എവിടെ പോണോന്ന് പറയൂ, ഞങ്ങളില്ലേ? ഞങ്ങള് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നിങ്ങക്ക് കൂടെ വന്നോ നോക്കിക്കൂടെ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ പറഞ്ഞു നോക്കി, ഇനി നിങ്ങളൊന്ന് ഇവരൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നീ വാ. യവന്മാരേതാ? എന്താ താങ്ക് യു സോ മച്ച്. പറ നീ അതെ പറ. അത് പിന്നെ ചേട്ടാ പ്ലീസ് ഞങ്ങളുടെ കൂടെ ഒന്ന് വരുമോ ഹോസ്റ്റൽ വരെ? അവര് വരൂന്ന് പേടി ചിലപ്പോ. അതാ നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? പണ്ടത്തെ ആളുകളുടെ കൂട്ടല്ല കേട്ടോ, പിള്ളേരൊക്കെ ഇപ്പൊ ഭയങ്കര ഫാസ്റ്റാന്നേ. അച്ഛന്റെ എങ്ങനെയാണ് നമ്മുടെ ഐഡിയ? കാമദേവൻ ആരാമോ എന്ന് പിടിച്ചേ. കാമദേവ ഒരമ്പല്ലേ ഇതുള്ളൂ, ഇനി 3 ഉണ്ട്. അയ്യോമാരൊക്കെ ഇതൊക്കെ തന്നെ ധാരാളാന്നേ. ആണോ? ആ പിന്നല്ലാതെ. അതെ. അല്ല ഇനി ഇതെങ്ങാനും പിഴച്ചു പോ. ഒന്നിപ്പഴിച്ച 3 ആണോ? ആ അപ്പൊ 3 പിഴച്ചാലോ? അത് സെക്കൻഡ് പാർട്ട് നോക്കാന്നേ. അത് മതിയല്ലേ? അസിസ്റ്റന്റ് അടുത്തതാരാ? അടുത്തത് 17 പെണ്ണുങ്ങളെ പ്രേമിച്ച് തേച്ചിട്ട് ഇനി പ്രേമമേ വേണ്ടെന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അതാര്?